ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോറിൻ ഔട്ട്ഫ്ലോ കാരണം വീക്കായിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ കൂടുതൽ ആഘാതം സൃഷ്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ താരിഫിൻ്റെ ആ ഒരു ട്രേഡ് വാർ വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രംപിൻ്റെ ഏറ്റവും പുതിയ 500% എന്ന താരിഫ് ഭീഷണി അതൊരു അവസരമായി എടുത്തുകൊണ്ട് ബിയേഴ്സ് മാർക്കറ്റിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഹെവി സെല്ലിംഗ് അന്തരീക്ഷം അത് ഇന്നും തുടരുകയുണ്ടായി. അപ്പോൾ ഇതിനിടയിലാണ് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്ന രീതിയിൽ യൂറോപ്യൻ കൺട്രീസ് മുന്നോട്ട് വെച്ച പോസ്റ്റ് വാർ പീസ് കീപ്പിംഗ് പ്ലാൻ അത് റഷ്യ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്ലാൻ പ്രകാരം US-ന്റെ ഒരു മോണിറ്ററിംഗ് മെക്കാനിസം അത് യൂറോപ്യൻ മൾട്ടിനാഷണൽ ഫോഴ്സുകൾ ഈ പറയുന്ന യുക്രൈനിൽ ഡിപ്ലോയ് ചെയ്യാനുള്ള ഒരു നീക്കമാണ്. ഇപ്പോൾ മോസ്കോ പറയുന്നത് ഇതൊരു മിലിറ്ററി ഇൻവേഷനാണ്. അപ്പോൾ വെസ്റ്റേൺ പീസ് കീപ്പിംഗ് ട്രൂപ്പുകൾ ഉക്രൈനിൽ വരികയാണെങ്കിൽ അതിനെ റഷ്യ ശക്തമായി എതിർക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കാണാൻ പറ്റും റഷ്യയുടെ ഒരു മാസീവായിട്ടുള്ള അറ്റാക്ക്, ഒരു സ്ട്രൈക്ക് ഉക്രൈനിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ കുറേ സിവിലിയൻസ് മരണപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ വാർ എസ്കലേറ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിൽ മൊത്തത്തിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ മാർക്കറ്റിൽ ഏകദേശം 3300 കോടിയുടെ ഒരു നെറ്റ് സെല്ലിംഗ് ആണ് നടത്തിയത്. അപ്പോൾ കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷനിൽ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് സെല്ല് ചെയ്യുകയാണ്. അതിനിടയിൽ ജനുവരി 2 അവരൊരു ബൈങ് മോഡിലേക്ക് വന്നിരുന്നു. അന്നാണ് നമ്മുടെ മാർക്കറ്റ് പുതിയൊരു ഓൾ ടൈം ഹൈ സൃഷ്ടിച്ചത്. അപ്പോൾ അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വരികയുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു സിനാരിയോ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ത്യ US ട്രേഡിൽ അതൊരു ഫൈനൽ സ്റ്റേജിൽ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 6 റൗണ്ട് ടോക്ക് കഴിഞ്ഞതിന് ശേഷവും അത് എങ്ങും എത്താൻ നിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം US കൊമേഴ്സ് സെക്രട്ടറി ആയിട്ട് ഹൊവാർഡ് ലുട്നിക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ട്രേഡ് ടോക്ക് ഒരു ഫൈനലിൽ എത്താത്തത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മൊമെൻറ്റം കുറയാനുള്ള കാരണം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ട്രംപുമായിട്ട് ഒരു ടെലിഫോൺ കോളിലൂടെ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ യാതൊരു ശ്രമവും നടത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് PM മോഡി ബോധപൂർവം ചെയ്യുന്നതാണോ, അതായത് ഇത്തരത്തിലുള്ള ഒരു അടിയറവ് വെച്ചുകൊണ്ടുള്ള ഒരു ട്രേഡ് ഡീൽ ഇന്ത്യ തയ്യാറല്ല എന്ന മെസ്സേജ് നൽകുകയാണോ എന്ന് വ്യക്തമല്ല. ഇതുകൂടാതെ ഇന്നാണ് നിർണായകമായിട്ടുള്ള US സുപ്രീം കോർട്ടിൻ്റെ വിധി വരുന്നത്. അപ്പോൾ ട്രംപ് എടുത്തിട്ടുള്ള പെനാൽറ്റി ആക്ഷൻസ് പല രാജ്യങ്ങൾക്കെതിരെയും ഇത്തരത്തിലുള്ള താരിഫ് ഏർപ്പെടുത്തിയതിൻ്റെ നിയമവശം ചോദ്യം ചെയ്തുകൊണ്ട് US സുപ്രീം കോർട്ടിൽ ഫയൽ ചെയ്യപ്പെട്ട കേസുകളിൽ വിധി വരുന്നത് ഇന്നാണ്. അപ്പോൾ ഈ വിധി ഇന്റർനാഷണൽ ഗ്ലോബൽ ട്രേഡിൽ വലിയ തോതിലുള്ള ഇൻഫ്ലുവൻസ് സൃഷ്ടിക്കാവുന്ന ഒരു വിധിയായിരിക്കും. അപ്പോൾ സുപ്രീം കോർട്ട് ഈ ട്രംപിൻ്റെ ഈ ഒരു താരിഫ് ഇലീഗലാണ് എന്ന വിധി എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച ഒരു നേട്ടമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ നല്ലൊരു റാലി നെക്സ്റ്റ് ട്രേഡിംഗ് ഡേയിൽ നടക്കാനുള്ള എല്ലാ സാധ്യതയുമാണുള്ളത്. എന്നാൽ ആ വിധിയോട് അനുബന്ധിച്ച് വരുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസിൽ ഒരു പാർഷ്യലായിട്ടുള്ള ഒരു ബാൻ മാത്രമേ ഉണ്ടാവുകയാണെങ്കിലും അവിടെ ആ വിധി വലിയ തോതിൽ മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാവുകയില്ല. അപ്പോൾ കോർട്ട് വിധിയോടനുബന്ധിച്ച് വരുന്ന ആ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ മാത്രമേ അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്നാൽ പൊതുവെ എല്ലാവരും ഈ വിധി ട്രംപിനെതിരെ വരാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നുമുണ്ട്. ഇനി അഥവാ ട്രംപിന് അനുകൂലമായ ഒരു വിധി വന്നാൽ തന്നെ അത് മാർക്കറ്റിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല, കാരണം ഓൾറെഡി മാർക്കറ്റിൽ അത് ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നിഫ്റ്റിയുടെ ഒരു ചാർട്ട് പരിശോധിച്ചാൽ 25,700 ചുറ്റിപ്പറ്റിയാണ് ആ ഒരു മേജർ സപ്പോർട്ടിലാണ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ ഇന്ന് തന്നെ മാർക്കറ്റ് ഈ ഒരു 700 ലെവലിൽ എത്തിയപ്പോൾ നേരിയ തോതിൽ അവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ടില്ലെങ്കിൽ 25,450, 25,500 ഒക്കെയാണ് അടുത്ത മേജർ സപ്പോർട്ടുകൾ. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാര്യമായിരിക്കില്ല. അപ്പോൾ ഡെറിവേറ്റീവ് മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഹയ്യസ്റ്റ് കോൾ സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ കാണുന്നത് 26,000 എന്ന ലെവലാണ്. പുട്ട് സൈഡിലുള്ള ഹയ്യസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 25,500 പുട്ട് സൈഡിലുള്ള 25,600, അതുപോലെ തന്നെ പുട്ട് സൈഡിൽ 25,700 പുതിയ കോൺട്രാക്റ്റുകൾ ബിൽഡപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കൂടാതെ ഇന്ന് നമുക്ക് കാണാൻ കഴിയും ഇന്ത്യ വിക്സ് ഇത്രനാളും 10 താഴെ നിൽക്കുകയായിരുന്ന ഇന്ത്യ വിക്സ് നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. 100% ഇന്ന് ഉയർന്നുകൊണ്ട് 10 മുകളിലേക്ക് ഇന്ത്യ വിക്സ് പോയിരിക്കുകയാണ്. അത് 11 അടുത്ത് എത്തുന്ന രീതിയിലാണ് അതിൻ്റെ മുന്നേറ്റം നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി കുറച്ചുകൂടി കൂടുതലാകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കൂടാതെ ഇന്ന് ഇന്ത്യൻ രൂപി വീണ്ടും 90 മുകളിലേക്ക് പോയതായിട്ട് കാണാം. അപ്പോൾ അതും തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു ലക്ഷണമല്ല. ഇന്ന് നമ്മൾ സെക്ടറുകൾ പരിശോധിച്ചാൽ PSU ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ്, അതുപോലെ IT, ഈ 3 സെഗ്മെന്റിലെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ഉൾച്ചേർത്തി കഴിഞ്ഞാൽ എല്ലാ മേജർ ഇൻഡെക്സുകളും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ് ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകൾ.
അപ്പോൾ മാർക്കറ്റിൻ്റെ മൊത്തം അന്തരീക്ഷം അത്ര സുഖകരമല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എങ്കിൽ പോലും ഇതൊരു അക്യുമുലേഷൻ സ്റ്റേജായിട്ട് കാണണമെന്നാണ് പല അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. കാരണം പല നല്ല സ്റ്റോക്കുകളും അതിൻ്റെ നല്ല വാല്യുവേഷനിൽ ഇപ്പോൾ ലഭിക്കാനുള്ള സാധ്യതയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ മാർക്കറ്റിൽ ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ള ഭാരത് കോക്കിംഗ് കോൾ ഇന്ത്യയുടെ സബ്സിഡിയറി കമ്പനി ആയിട്ടുള്ള കോക്കിംഗ് കോളിൻ്റെ IPO അത് നല്ല തോതിലുള്ള റെസ്പോൺസ് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് വന്നതായിട്ട് കാണാം. മിനിറ്റുകൾ കൊണ്ട് തന്നെ അത് ഫുള്ളി സബ്സ്ക്രൈബ് ആയതായിട്ടും കാണാം. കാരണം ഇതിൻ്റെ പ്രൈസ് ബാൻഡ് വളരെ ആകർഷകമായിരുന്നു. 23 എന്നുള്ള പ്രൈസ് റേഞ്ചിലായിരുന്നു അത് വന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഇതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കിക്കഴിഞ്ഞാൽ 42% ഒരു അപ്സൈഡ് പോയതായിട്ട് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ നല്ലൊരു ലിസ്റ്റിംഗ് ഗെയിൻ ഈ ഒരു IPO നേടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കോൾ ഇന്ത്യ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള അവർ നിർബന്ധമായിട്ട് ഈ IPO അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അവർക്കത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് നമ്മൾ മാർക്കറ്റിലെ ജയം ഫൈനാൻഷ്യൽസ് അവർ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസ് കമ്പനികൾ അഥവാ EMS കമ്പനികളുടെ ഒരു മാർക്കറ്റ് ഔട്ട്ലുക്ക് അത് 2026-27 സാമ്പത്തിക വർഷത്തിൽ എങ്ങനെയായിരിക്കുമെന്നതിനെ പറ്റിയുള്ള ചില കമൻട്രികൾ നടത്തിയായിട്ട് കാണാം. അതുപോലെ പല സ്റ്റോക്കുകൾക്കും അവരുടെ ടാർഗറ്റ് റിവൈസ് ചെയ്തുകൊണ്ട് പുതിയ ടാർഗറ്റുകൾ വെച്ചതായിട്ടും കാണാൻ കഴിയും. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു EMS കമ്പനികൾ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസ് കമ്പനികൾ 42% ഒരു അപ്സൈഡ് സാധ്യതയാണ് അവർ ചില കമ്പനികളിൽ പറയുന്നത്. മാർക്കറ്റ് ലീഡിംഗ് ഇലക്ട്രോണിക്സ് കമ്പനികളായിട്ടുള്ള ഡിക്സൺ ടെക്നോളജീസ് നോക്കുകയാണെങ്കിൽ അവരുടെ ഈ ഒരു ക്വാർട്ടർ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കുമെന്നാണ് ഇവർ പ്രവചിക്കുന്നത്. അപ്പോൾ മൊബൈൽ സെഗ്മെന്റിൽ നിന്നും വന്നിട്ടുള്ള വർക്ക് ഓർഡറുകളിൽ ഉണ്ടായിട്ടുള്ള ഡിപ്പ് ഈ സ്റ്റോക്കിൻ്റെ ക്വാർട്ടറിനെ ബാധിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇവരുടെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മിക്സ് പല മാർക്കറ്റ് സെഗ്മെന്റിലുമുള്ള ഇവരുടെ പ്രൊഡക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മൊബൈൽ സെഗ്മെന്റിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡിപ്പ് ഒരിക്കലും ബാധിക്കില്ലെന്നും ഇത് ഒരു റിക്കവറി നടത്തുമെന്നുമാണ് ഇവർ പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിന് ആഡ് എന്നുള്ള ഒരു റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 11,726 നിന്നും ഒരു ടാർഗറ്റ് 13,800 ആയിട്ട് ഇവർ നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ ഉയർത്തിയിട്ടുണ്ട്. മറ്റൊന്ന് കെയ്ൻസ് ടെക്നോളജിയാണ്. അപ്പോൾ ഇവരുടെ നിലവിൽ അവരുടെ കയ്യിലിരിക്കുന്ന ഓർഡർ ബുക്കുകൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ബൈ റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. 3,791 എന്ന ലെവലിൽ നിന്നും 5,400 എന്ന ലെവലിലേക്ക് ഈ സ്റ്റോക്ക് ഉയരുമെന്നാണ് പ്രഡിക്ഷൻ. മറ്റൊരു സ്റ്റോക്ക് സിർമ SGS ടെക്നോളജി ലിമിറ്റഡ് ആണ്. അപ്പോൾ അവരുടെ ബിസിനസ് ഓൺ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ടെന്നും റവന്യൂ ഏകദേശം 32% വെച്ച് ഇയറിൽ വർദ്ധിക്കുമെന്നുമാണ് ജയം ഫൈനാൻഷ്യൽസ് പറയുന്നത്. അവരുടെ നോൺ കൺസ്യൂമർ ബിസിനസ് അവരുടെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ പ്രോഗ്രസീവ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ബൈ റേറ്റിംഗ് ആണുള്ളത്. 751 എന്ന ലെവലിൽ നിന്നും 1040 വരെ ഉയരുമെന്നാണ് ഈ സ്റ്റോക്കിലുള്ള പ്രവചനം. മറ്റൊരു സ്റ്റോക്ക് ആംബർ എന്റർപ്രൈസസ് ആണ്. ഈ Q3 ഒരു 19% ഇയർ റവന്യൂ ഗ്രോത്ത് ആണ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ഇവരൊരു ആഡ് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 6,708 എന്ന ലെവലിൽ നിന്നും 8,000 എന്ന ലെവലിലേക്ക് വരെ ആംബർ എന്റർപ്രൈസസ് വരുമെന്നാണ് ഇവർ പ്രവചിക്കുന്നത്. അതുപോലെ തന്നെ PG ഇലക്ട്രോപ്ലാസ്റ്റിൽ ഈ Q3 റവന്യൂ 35% വെച്ച് ഇയർ വർദ്ധിക്കുമെന്നും അത് കൂടാതെ റൂം എയർ കണ്ടീഷണർ ബിസിനസ് ഒരു റീബൗണ്ട് നടക്കുമെന്നുമാണ് അവർ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ PG ഇലക്ട്രോപ്ലാസ്റ്റിന് ഒരു ബൈ റേറ്റിംഗ് ആണ്. 627 എന്ന ലെവലിൽ നിന്നും 785 എന്ന ലെവലിലേക്ക് വരുമെന്നാണ് അവർ പ്രവചിക്കുന്നത്. മറ്റൊരു സ്റ്റോക്കായിട്ടുള്ള സൈയൻറ്റ് DLM ലിമിറ്റഡ് അതിൻ്റെ ക്വാർട്ടർ റവന്യൂവിൽ ഒരു ഡിക്ലൈനാണ് പ്രതീക്ഷിക്കുന്നത്. 27% ഡിക്ലൈനാണ് അതിൻ്റെ ഇയറിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അവരുടെ ഓർഡർ ഇൻഫ്ലോ ഇംപ്രൂവ് ആകുമെന്നും അവർ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ആഡ് എന്നുള്ള റേറ്റിംഗ് ആണ്. 411 എന്ന ലെവലിൽ നിന്നും 470 എന്ന ലെവലിലേക്കാണ് ടാർഗറ്റ്. മറ്റൊരു സ്റ്റോക്കായിട്ടുള്ള ആവ്ലോൺ ടെക്നോളജീസ് സ്ട്രോങ് റവന്യൂ ഗ്രോത്ത് ടോപ്പ് ലൈനിൽ 35% ഇയർ Q3 ഉണ്ടാകുമെന്ന് പ്രവചിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ മാർജിൻസ് മോഡറേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കമ്പനിയിലുള്ള അവരുടെ നിഗമനം. അതായത് 9.7% എന്ന ലെവലിലേക്ക് താഴ്ന്നിട്ടുണ്ട്. ഇപ്പോൾ 12.3, 10.1 എന്ന ലെവലിൽ നിന്നൊക്കെയാണ് ഇത് താഴേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആവ്ലോൺ ടെക്നോളജീസിൽ ഇവർ അവരുടെ പൊസിഷൻ കുറയ്ക്കുകയാണ്. എങ്കിൽ പോലും ടാർഗറ്റ് 925 നിന്ന് 965 വരെയാണ് അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുപോലെ മറ്റൊരു സ്റ്റോക്കായ ഇപാക്ക് ഡ്യൂറബിൾസിലും ഒരു ആഡ് റേറ്റിംഗ് ആണ്. 286 എന്ന ലെവലിൽ നിന്നും 320 എന്ന ലെവലിലേക്ക് ടാർഗറ്റ് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസ് കമ്പനികളിൽ നെക്സ്റ്റ് ഇയർ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ. ഇത് ജയം ഫൈനാൻഷ്യൽസ് റിസർച്ച് ബ്രോക്കറേജ് പുറത്തുവിട്ട ടാർഗറ്റുകളാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകളെ കുറിച്ച് നമ്മൾ വാച്ചിൽ ഷെയർ ചെയ്തുകൊണ്ട് കൂടുതലായിട്ടുള്ള പഠനം നടത്തിക്കൊണ്ട് മാത്രം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുക. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.